പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. അനുജത്തിയോടൊരു കാര്യം ചോദിക്കട്ടെ. എന്തിനായി പല്ലക്ക്? മനുഷ്യൻ മനുഷ്യനെ ചുമക്കുന്നത് ശരിയാണോ? നാറാണത്ത് ഭ്രാന്തൻ ചോദിച്ചു. മനുഷ്യൻ മനുഷ്യനെ ചുമക്കുന്നത് ശരിയല്ല. പക്ഷേ ഞാനൊരു സ്ത്രീയല്ലേ? പരസഹായം കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? പുറത്തിറങ്ങിക്കോളൂ. ഇന്നു മുതൽ ധൈര്യമായി ഇറങ്ങിക്കോളൂ. എന്തെങ്കിലും ഉപദ്രവം നേരിടുകയാണെങ്കിൽ നാറാണത്ത് ഭ്രാന്ത എന്നുറക്ക വിളിച്ചോളൂ. മനസ്സിൽ തട്ടി വിളിക്കണം. ഞാൻ വരും, രക്ഷിക്കും. നാറാണത്ത് പറഞ്ഞു. കാരയ്ക്കലമ്മ അമാലന്മാരോട് പൊയ്ക്കൊള്ളാൻ ആംഗ്യം കാട്ടി. അവർ നടന്നു. ഏയ് അമാലന്മാരെ, ഇങ്ങോട്ട് വരിൻ. നാറാണത്ത് കൈകൊട്ടി വിളിച്ചു. അവർ തിരിച്ചു വന്നു. പണിയെടുത്തതിന് കൂലി വാങ്ങിയോ നിങ്ങൾ? നാറാണത്ത് ചോദിച്ചു. കാരയ്ക്കലമ്മ തെല്ലൊരു എളിഭ്യതയോടെ ഒന്ന് ചിരിച്ചു. അമാലന്മാരുടെ കയ്യിൽ ഓരോ നാണയം വെച്ചുകൊടുത്തു. അവർ യാത്രയായി. കൂലി കൊടുക്കാൻ മറന്നു അല്ലേ? എന്തിനാണിങ്ങനെ പരിഭ്രമിക്കുന്നത്? ആകെപ്പാടെ ഒരന്താളിപ്പ്. അങ്ങയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ജ്യേഷ്ഠനോടുള്ള അടുപ്പം തോന്നുന്നു. കാരയ്ക്കലമ്മ പറഞ്ഞു. എവിടെയാണ് താമസം? ഇവിടെ നിന്ന് കുറച്ചു ദൂരെയാണ് എൻ്റെ കോവിലകം. അപ്പം തമ്പുരാട്ടിയാണ് അല്ലേ? അതെ, വരൂ, നമുക്ക് കോവിലകത്തേക്ക് പോകാം. വരാം, പൊട്ടിച്ചിരിച്ചുകൊണ്ട് നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു. എന്തിനാണിങ്ങനെ ആവശ്യമില്ലാതെ ചിരിക്കണത്? ചിരി വരാതിരിക്കുമ്പോഴാണ് ചിരിക്കേണ്ടത്. കൃത്രിമമായിട്ടായാൽ പോലും ഇടയ്ക്കൊന്ന് ചിരിക്കുന്നത് നല്ലതാണ് അനുജത്തി. കാരയ്ക്കലമ്മ നാറാണത്തിൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം ഉറ്റുനോക്കി. കനത്ത ഗൗരവം അവിടെ നടമാടുന്നതാണ് അപ്പോൾ അവർ കണ്ടത്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നവരാണ് തങ്ങൾ എന്ന സത്യം പരസ്പരം അറിയാതെ തന്നെ അവർ ജ്യേഷ്ഠനും അനുജത്തിയുമായി. കാരയ്ക്കലമ്മ പെട്ടെന്ന് ചോദിച്ചു. നാറാണത്ത് ഭ്രാന്തൻ എന്നതിനു പകരം നാറാണത്ത് ഈശ്വരൻ എന്ന ആളുകളെക്കൊണ്ട് പറയിച്ചൂടെ? പറ്റില്ല അനുജത്തി. ഭ്രാന്തനെ പെട്ടെന്ന് ആളുകൾക്ക് കാണാൻ കഴിയും, ഈശ്വരനെ കാണാൻ കഴിയില്ല. കാരയ്ക്കലമ്മ സ്തബ്ധയായി നിന്നു. ഇടത് കൈയിൽ പൂക്കൂട, വലത് കൈയിൽ വെള്ളിത്തളിക. തളികയിൽ നിവേദിച്ച പഴമാണ്. കാരയ്ക്കലമ്മ ക്ഷേത്രദർശനവും കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. കൂടെ ആരുമില്ല. അവർ ക്ഷേത്ര കവാടത്തിനരികെ എത്തി പുറത്തേക്ക് കാൽവച്ചു. ഇങ്ങോട്ട് വന്നോളൂ, ഒരു പുരുഷന്റെ ശബ്ദം. കാരയ്ക്കലമ്മ പതുക്കെയൊന്ന് ഞെട്ടി. സൂക്ഷിച്ചു നോക്കി. സമീപം ഒരു കൊമ്പൻ മീശക്കാരൻ നിൽക്കുന്നു. കൂടെ 4-5 ഭൃത്യന്മാരുമുണ്ട്. കൊമ്പൻ മീശക്കാരൻ 2 ഇഴയുള്ള മുത്തുമാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട്. കാതിൽ വൈരക്കൽ പതിച്ച കടുക്കൻ. കൈകളിൽ സ്വർണവളകൾ. സ്വർണനിർമ്മിതമായ അരപ്പട്ട മിന്നിത്തിളങ്ങുന്നു. അയാൾ ധനികനും ജന്മിയുമായ കണ്ണപ്പൻ ചെട്ടിയാരായിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി. ഹൈ ഹൈ